നമ്മളിന്ന് പോകുന്നത് മൈസൂരിലേക്കാണ്. മൈസൂരിൽ അധികം ആരും പോയിട്ടുണ്ടാവാനിടയില്ലാത്ത ചിക്കദേവമ്മ ഹിൽസിലേക്കാണ് യാത്ര. നമ്മൾ പോകുന്നത് ടാറ്റ നാനോയിലാണ്. മാനന്തവാടി വഴിയാണ് യാത്ര. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നെടുമ്പൊയിൽ വഴി പേരിയ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പാൽച്ചുരം വഴി ദൂരം കുറവാണെങ്കിലും റോഡിൻ്റെ അവസ്ഥ വളരെ മോശം കാരണം നാനോ കൊണ്ട് കയറാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പേരിയ ചുരം തിരഞ്ഞെടുത്തത്. മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പാണെങ്കിൽ 4 ഹെയർപിൻ വളവുകളാണ് ഈ ഒരു ചുരത്തിൽ വരുന്നത്. ഉരുൾപൊട്ടൽ കുറേ നാശം വരുത്തിയിട്ടുണ്ടെങ്കിലും പാൽച്ചുരത്തിൻ്റെ അത്ര ഭീതിയില്ലാതെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാം. പോകുന്ന വഴിയിൽ ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിലും കൂടി ദർശനം നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോ ആയിട്ട് മറ്റൊരവസരത്തിൽ വരാം. അങ്ങനെ നമ്മളിപ്പോൾ ചിക്കദേവമ്മ ഹിൽസിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ യാത്ര നമ്മുടെ സുഹൃത്തിൻ്റെ ബൊലേറോയിലാണ്. മൈസൂരിൽ സാധാരണ എല്ലാവരും പോകുന്ന ഒരു ലൊക്കേഷനാണ് ചാമുണ്ഡി ഹിൽസ്. എന്നാൽ അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു സ്പോട്ടാണ് ചിക്കദേവമ്മ ഹിൽസ്. ഈ ലൊക്കേഷൻ വരുന്നത് HD കോട്ടയ്ക്ക് അടുത്തുള്ള സർഗൂരിലാണ്. മൈസൂരിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് സർഗൂർ എത്തിച്ചേരാം. മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. 2 സ്ഥലത്ത് നിന്നും ധാരാളം ബസ് സർവീസുകളും ഉണ്ട്. ബസ് വഴിയാണ് യാത്രയെങ്കിൽ ബാവലി റൂട്ടിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നാഗർഹോള ടൈഗർ റിസർവ് ഒക്കെ കഴിഞ്ഞ് ഹാൻഡ് പോസ്റ്റ് എന്ന ജംഗ്ഷൻ എത്തും. അവിടെ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. സ്വന്തം വാഹനം എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെയായിരിക്കും കൂടുതലും നല്ലത്. കാരണം സർഗൂർ കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ നമുക്ക് കുത്തനെയുള്ള കയറ്റം കയറാനുണ്ട്. ഒരു 9 ഹെയർപിൻ വളവുകളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് വളരെ ശ്രദ്ധാപൂർവം വേണം. കാരണം പ്രത്യേകിച്ച് സൈഡ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ വാഹനം താഴേക്ക് പതിക്കും. നമ്മളിപ്പോൾ ചിക്കദേവമ്മ ഹിൽസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചാമുണ്ഡി ഹിൽസിലെ പോലെ തന്നെ ഒരു അമ്പലമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 908 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമായും ഒരുപാട് പേര് ഇങ്ങോട്ട് എത്തിച്ചേരാറുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നുഗു അതുപോലെ താരക ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളൊക്കെ കാണാം. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന കബനി നദിയിലെ ജലമാണ് ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ആ കോടയും മേഘവും എല്ലാം ചേർന്ന് ഒരു അടിപൊളി കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അങ്ങനെ ചിക്കദേവമ്മ ഹിൽസിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. തിരിച്ചു വരുമ്പോൾ പാൽച്ചുരം വഴിയാണ് മടങ്ങിയത്. പാൽച്ചുരം പതിവ് പോലെ തന്നെ വളരെ മനോഹരമായി നിൽക്കുന്നുണ്ട്. മൈസൂർക്ക് വരുമ്പോൾ എല്ലാവരും തീർച്ചയായും ചിക്കദേവമ്മ ഹിൽസ് സന്ദർശിക്കാൻ ശ്രമിക്കുക. എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.